വെക്ടേഴ്സ് എന്ന 10ാം ചാപ്റ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഈ ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം നോട്ട്സ് എഴുതിയതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. You got the next question, 9th question. Show that the points A, B, C 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തതാണ്. നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് പി എക്സ് വൈ സെഡ് ഒരു പോയിന്റ് ആണെങ്കിൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ ഒ പി is equal to എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ 3 പോയിന്റ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. എ, ബി, സി എന്ന് പറയുന്ന പോയിന്റ് 1, 2, 7 ആണ്. ബിയുടെ കോർഡിനേറ്റ്സ് 2, 6, 3 ആണ്. സിയുടെ കോർഡിനേറ്റ്സ് 3, 10, -1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവയുടെ എല്ലാ പൊസിഷൻ വെക്ടർ ഒന്ന് എഴുതാം. വെക്ടർ ഒ is equal to I plus 2j plus 7k. വെക്ടർ ഒ ബി പൊസിഷൻ വെക്ടർ ഓഫ് ബി is equal to 2i plus 6j plus 3k. OC is equal to 3i plus 10j minus 1k. എന്നിട്ട് നമുക്ക് ഈ 3 വെക്ടേഴ്സ് കൊളീനിയർ ആണെന്ന്, ഈ പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, എ ബി ഒന്ന് കണ്ടു നോക്കാം. എ തൊട്ട് ബി വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് അത് നമുക്ക് കാണുന്നത് എങ്ങനെയാണ്? ഒ ബി മൈനസ് ഒ എ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇത് അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്ത് ഇവിടെ നേരിട്ട് കുറച്ചാൽ മതി. 2 - 1 എന്ന് പറയുമ്പോൾ 1i, 6 - 2 plus 4j, 3 - 7 minus 4k. ബി സി നോക്കാം. ഒ സി മൈനസ് ഒ ബി ആണ്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യുക. 3 - 2 1i, 10 - 6 4j, -1 - 3 minus 4k. എ സി നോക്കാം. വെക്ടർ ഒ സി മൈനസ് ഒ എ ആണ്. ഒ സി എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഒ എ എന്ന് പറയുന്നതാണ് 3 - 1 2i, 10 - 2 8j, -k, -7 -8k. അപ്പോൾ 3 ലെങ്ത് കിട്ടി. എ ബി ബി സി എ സി എന്ന് പറയുന്ന അത്രയും വെക്ടേഴ്സ് കിട്ടി. ഇനി അവയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് നോക്കാം. എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. 1² plus 4² plus -4². ഇത് √33 കിട്ടും. ബി സിയുടെ മാഗ്നിറ്റ്യൂഡ് നോക്കാം. വെക്ടർ ബി സിയുടെ മാഗ്നിറ്റ്യൂഡ് അതും √1² plus 4² plus -4² ആണ്. ദാറ്റ് ഈസ് ഓൾസോ √33. ഇനി നമുക്ക് എ സിയുടെ ലെങ്ത് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കാം. √2² plus 8² plus -8², 132. ഈ 132 നമുക്ക് ഇങ്ങനെ വേണം എഴുതാം. √4 × 33 ആണ് 132. അപ്പോൾ അതിനെ വേണം നമുക്ക് 2√33 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ ഇത്രയും മാഗ്നിറ്റ്യൂഡ് കിട്ടി. എ ബി ബി സി എസ് സി എന്ന് പറയുന്ന വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി നമുക്ക് വെക്ടർ എ ബിയുടെ മാഗ്നിറ്റ്യൂഡും വെക്ടർ ബി സിയുടെ മാഗ്നിറ്റ്യൂഡും കൂടെ ഒന്ന് സം ചെയ്താൽ √33 plus √33 എന്ന് പറഞ്ഞാൽ 2 times √33 എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സി കിട്ടി. അതുകൊണ്ട് എന്താ പറയാൻ സാധിക്കും? ദീസ് പോയിന്റ്സ് എ ബി സി ആർ കൊളീനിയർ. എന്താ കൊളീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സ്ട്രൈറ്റ് ലൈനിൻ്റെ പോയിന്റ് ആണെന്നുള്ളതാണ്. അപ്പം ഒരേ സ്ട്രൈറ്റ് ലൈനിൻ്റെ പോയിന്റ് ആണെങ്കിൽ 2 പോയിന്റ് തമ്മിലുള്ള അകലത്തിൻ്റെ സം എന്ന് പറയുന്നത് എ തൊട്ട് സി വരെയുള്ള എ ബി സി 3 പോയിന്റ്സ് ആണെങ്കിൽ എ ബി പ്ലസ് ബി സി = എ സി ആയിരിക്കും. അതിവിടെ കിട്ടിയതുകൊണ്ട് ഈ പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. പത്താമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫോർ എനി വെക്ടർ എ പ്രൂവ് ദാറ്റ്. ഇപ്പം ഏതൊരു വെക്ടറിനും ഇപ്പം ഏതൊരു വെക്ടർ എന്ന് പറഞ്ഞതുകൊണ്ട് പൊതുവായിട്ട് ജനറലായിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് എടുക്കുകയാണ്. xi plus yj plus zk എന്നങ്ങനെ.
എന്ന് ഞാൻ വായിക്കുമെങ്കിൽ കെ ക്യാപ്പാണ് എഴുതേണ്ടത്. അപ്പോൾ ഫോർ എനി വെക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ xi പ്ലസ് yj പ്ലസ് zk എന്നങ്ങ് എഴുതി. zk ആണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഇതേ ഓരോന്നൊന്ന് കണ്ടു നോക്കാം. ഈ ബ്രാക്കറ്റിലുള്ള വെക്ടർ ഡോട്ട് ഐ നോക്കാം. അപ്പോൾ നമുക്ക് ഇതേ ഡോട്ട് ഐ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് ഇൻറ്റു ഐ ഡോട്ട് ഐ വരും. ബാക്കി ഇപ്പോൾ നമ്മളിത് യഥാർത്ഥത്തിൽ ഇത് എഴുതേണ്ടത് എങ്ങനെയാണ്? xi പ്ലസ് yj പ്ലസ് zk ഡോട്ട് ഐ ആണ്, 1i ആണ്. അപ്പോൾ ഇത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്ലസ് 0j അങ്ങനെ വരുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ ഇതിൽ ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇതിൽ ഓരോന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ xi ഡോട്ട് ഐ നമുക്ക് എഴുതും. പിന്നെ അടുത്ത ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കിന് ജെയും ഐയും ആയിട്ടുള്ള ഡോട്ട് 0 ആയതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണ്? ഇത് എക്സ് ഇൻറ്റു ഐ ക്യാപ്പിൻ്റെ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് എന്ന് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെക്ടർ ഡോട്ട് ജെ എന്തായിരിക്കും എന്ന് പറയുന്നത് y ആയിരിക്കും. വെക്ടർ ഡോട്ട് കെ ക്യാപ്പ് എന്തായിരിക്കും എന്ന് പറയുന്നത് z ആയിരിക്കും. ഇതേപോലെ തന്നെ ചെയ്ത് നമുക്ക് കിട്ടും. നമുക്കിതാണ് പ്രൂവ് ചെയ്തെടുക്കേണ്ടത്. ദിസ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു എ എന്ന് തന്നെ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റി എഴുതി വെക്ടർ ഡോട്ട് ഐ പ്ലസ് വെക്ടർ ഡോട്ട് ജെ ക്യാപ്പ് പ്ലസ് വെക്ടർ ഡോട്ട് കെ ക്യാപ്പ് കെ. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? എക്സ് എന്ന് എഴുതാം. അപ്പോൾ എക്സ് ഐ എന്ന് എഴുതാം. ഈ ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റിക്ക് പകരം നമ്മൾ y എഴുതി. ഇപ്പോൾ y j ക്യാപ്പ് എന്ന് എഴുതാം. പ്ലസ് ഇതിന് പകരം നമ്മൾ z എഴുതി, z a ക്യാപ്പ് എന്ന്. അപ്പോൾ നമ്മൾ തുടക്കത്തിലെടുത്ത എ തന്നെയല്ല ഇവിടെ കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് വെക്ടർ എ. സോ ഫോർ എനി വെക്ടർ എ ദിസ് ക്യാൻ ബി ഈക്വൽ ടു എ ഇറ്റ് സെൽഫ് എന്ന് നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇതായിരുന്നു. ഇനി 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. If a vector and vector b are two unit vectors എന്ന് കേട്ടാൽ ഉടനെ നമ്മൾ അവയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണെന്ന് നമുക്ക് അങ്ങ് എഴുതാം. ബിയുടെ മാഗ്നിറ്റ്യൂഡും 1 ആണ്. Then show that. അപ്പോൾ ഇത് 2 cos theta by 2 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഈ ഐഡന്റിറ്റി, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഐഡന്റിറ്റി ഉപയോഗിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? പഠിച്ച ഐഡന്റിറ്റി ഇതാണ്. പ്ലസ് 2 ടൈംസ് വെക്ടർ ഡോട്ട് വെക്ടർ ബി. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ നമ്മളൊന്ന് എഴുതിയാൽ ഇത് നമുക്ക് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 ടൈംസ് വെക്ടർ ഡോട്ട് വെക്ടർ ബി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റു കോസ് തീറ്റ നമ്മൾ പഠിച്ചു. അപ്പോൾ എ ഡോട്ട് ബി എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ എ ഡോട്ട് ബിയുടെ ഒറിജിനൽ ഡെഫിനേഷൻ അതാണ്. അപ്പോൾ ഇത് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 പ്ലസ് 2 ഇൻറ്റു വെക്ടർ ഡോട്ട് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ 2 ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് അല്ലേ ഇൻറ്റു കോസ് തീറ്റ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 കോമൺ എടുത്താൽ നമുക്ക് 1 പ്ലസ്. ഇനി വേറൊരു കാര്യമുണ്ട്. നമുക്കിവിടെ ഇത് 2 യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് ഇത് നമുക്ക് 1 എന്നങ്ങ് എഴുതാം. അപ്പോൾ 2 പ്ലസ് 2 കോസ് തീറ്റ എന്ന് തന്നെ എഴുതും. 2 പ്ലസ് ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ 1 ആണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ നമുക്ക് 2 കോമൺ ഫാക്ടർ എഴുതാം. 1 പ്ലസ് കോസ് തീറ്റ എന്ന് എഴുതാം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിച്ച് 1 പ്ലസ് കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാം. 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. 1 മൈനസ് ആയിരുന്നെങ്കിൽ നമ്മൾ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് എഴുതി. ദാറ്റ് ഈസ് 4 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് എഴുതി. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയുടെ, അതായത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ദ ഹോൾ സ്ക്വയർ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ ഇത്രയുമാണ് കിട്ടിയത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്, സ്ക്വയർ വേണ്ട. അപ്പോൾ നമുക്കിതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ എന്തെഴുതാം? 2 കോസ് തീറ്റ ബൈ 2. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 4ന്റെ സ്ക്വയർ റൂട്ട് 2 കോസ് സ്ക്വയറിൻ്റെത് കോസ് തീറ്റ. അതെല്ലാവരും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ
ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ച ഐഡൻറ്റിറ്റി ഇതാണ്. അപ്പോൾ ഐഡൻറ്റിറ്റിയിൽ എ ബാർ ഡോട്ട് ബി വെക്ടർ എ ഡോട്ട് വെക്ടർ ബിയുടെ എക്സ്പാൻഷൻ നമ്മൾ ഇങ്ങനെ എഴുതി, അതിൻ്റെ ഡെഫിനിഷൻ എഴുതിയിട്ടാണ് നമ്മളത് ചെയ്തത്. ഇനി നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആർ വെക്ടേഴ്സ് സച്ച് ദാറ്റ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്നിരിക്കുകയാണ്. 12ാമത്തെ ക്വസ്റ്റ്യനകത്ത് കണ്ടീഷൻ ഇതാണ്: വെക്ടർ എ പ്ലസ് വെക്ടർ ബി എൻ്റെ അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ മോഡ് എന്ന് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവയുടെ ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വെക്ടർ എയും വെക്ടർ ബിയും പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഡോട്ട് പ്രോഡക്റ്റ് എ ഡോട്ട് ബി 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയെ ഞാനൊന്ന് സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്കറിയാവുന്ന ഐഡൻറ്റിറ്റി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഐഡൻറ്റിറ്റി നിങ്ങൾക്കറിയാം. ടു ടൈംസ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി സിഗ്ലു. റൈറ്റ് സൈഡ് ഇതുപോലെ തന്നെ, ഇവിടെ ഈ മൈനസിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. -2 ടൈംസ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. അപ്പോൾ ഇവിടെ ഈ രണ്ട് ക്വാണ്ടിറ്റി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പോയിട്ട് ഈ ക്വാണ്ടിറ്റി കൂടി ഇപ്പുറത്ത് വന്നാൽ നമുക്ക് എന്ത് കിട്ടും? 2 ടൈംസ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു 0 എന്ന്. അപ്പോൾ 4 ടൈംസ് ആണ്. അപ്പോൾ 4 ടൈംസ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു 0 എന്ന് വരും. എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു 0/4, ദാറ്റ് ഈസ് 0. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? വെക്ടർ എ ഈസ് പെർപെൻഡിക്കുലർ ടു വെക്ടർ ബി എന്ന് പറയാൻ സാധിക്കും. നമ്മളിവിടെ ഒരു ഐഡൻറ്റിറ്റി ഉപയോഗിച്ച്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചാൽ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇനി നമുക്ക് 13ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫോർ എനി 2 വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി പ്രൂവ് ദാറ്റ് ഇവയുടെ മോഡ്ലെസ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡിൻ്റെ പ്രോഡക്റ്റ്, എയുടെയും ബിയുടെയും മാഗ്നിറ്റ്യൂഡിൻ്റെ പ്രോഡക്റ്റ് സെപ്പറേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇതിനോട് ലെസ് ദാൻ ആയിരിക്കും, ഇതായിരിക്കും കൂടുതൽ ഇതിനേക്കാൾ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ എഴുതുമ്പോൾ നമുക്കറിയാം -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു cos θ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് cos θയുടെ മോഡുലസ് എടുത്താൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നേരത്തെ പഠിച്ച ഐഡൻറ്റിറ്റി ഉപയോഗിച്ച്. ഇനി cos θ നമുക്കറിയാം. cos θയുടെ ഫോർമുല ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ cos θ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയാം മേളിലുള്ള ക്വാണ്ടിറ്റിക്ക് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ കൊടുക്കുകയാണ്. താഴെയുള്ള 2 തവണ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തന്നെ അങ്ങ് എഴുതാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ വീണ്ടും നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈ ഡിനോമിനേറ്റർ നമുക്ക് അപ്പുറത്തോട്ടാണ് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി വരും. ഇതെല്ലാവരും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ രീതിയിൽ. ഇപ്പോൾ നമ്മളിവിടെ cos θ ഉപയോഗിച്ച cos θയുടെ ആംഗിളിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ അബ്സല്യൂട്ട് വാല്യൂ കൊടുക്കുമ്പോൾ നമ്മൾ ഈ അബ്സല്യൂട്ട് വാല്യൂ ന്യൂമറേറ്ററിനും കൊടുക്കണം, ഡിനോമിനേറ്ററിനും കൊടുക്കണം. അപ്പോൾ ഡിനോമിനേറ്റർ ഒരു ഓൾറെഡി നമുക്കൊരു അബ്സല്യൂട്ട് വാല്യൂ ഉള്ളത് കൊണ്ട് നമുക്കൊരു അബ്സല്യൂട്ട് വാല്യൂവിൻ്റെയും കൂടെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഇൻഇക്വാലിറ്റി നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഇക്വാലിറ്റിയാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്ന പ്രൊജക്ഷൻ ഓഫ് എ വെക്ടറാണ്. എന്താണ് പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ എന്ന് നോക്കാം. നമുക്കിപ്പോൾ എ ബി എന്ന് പറഞ്ഞൊരു വെക്ടർ ഇങ്ങോട്ടുണ്ട്, ഒരു ലൈൻ ഇങ്ങോട്ടുണ്ട്, എൽ എന്ന് പറയുന്നത് ഒരു ലൈൻ സെഗ്മെന്റ്. അപ്പോൾ നമുക്ക് എ ബി എന്ന് പറയുന്ന ഈ വെക്ടറിന്റെ പ്രൊജക്ഷൻ എന്താണെന്ന് നമുക്ക് ഇങ്ങോട്ട് നോക്കാം. അപ്പോൾ നമുക്കൊരു നിഴലൊക്കെ എടുക്കാമെങ്കിൽ
ഇതിൻ്റെ അത്രയും നിഴൽ ഇങ്ങോട്ട് കിട്ടുന്നൊക്കെ പറയുന്ന പോലെ അതൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ എ ബിയുടെ പ്രൊജക്ഷൻ ഈ ലൈനിൽ ദ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ബി ഓൺ ദ ലൈൻ എൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ വെച്ചിട്ട് ഈ ഒരു ലെങ്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെങ്ത് ആകുമ്പോൾ അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി, ഒരു അളവാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എ ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെ പ്രൊജക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. എവിടെയോട്ടാണ് ഈ എൽ എന്ന് പറയുന്ന ആ ഒരു ലൈനിലേക്കുള്ള പ്രൊജക്ഷൻ എ ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെ പ്രൊജക്ഷൻ ആണെന്ന് പറയും. അപ്പോൾ നമുക്കിനി അത് വെക്ടർ എന്നുള്ള ആശയം ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ പ്രൊജക്ഷൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ദ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് സ്കെയിലർ പ്രൊജക്ഷൻ. സ്കെയിലർ എന്ന് പറയുമ്പോൾ അതൊരു നമ്പർ ആയിരിക്കും, അതിൻ്റെ അളവ്. ഇപ്പോൾ ഇതൊരു നീളമായതുകൊണ്ട് അതിൻ്റെ നീളം എന്ന് പറയുന്നത് വെക്ടർ ആയിരിക്കും, അല്ല ഒരു സ്കെയിലർ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് സ്കെയിലർ പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ അനദർ വെക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് എ ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ഇങ്ങോട്ടുണ്ടെന്ന് കരുതുക, ഇങ്ങോട്ടൊരു ബി എന്ന് പറയുന്ന സ്മോൾ ബി വെക്ടർ ബി ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഇതിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇത്രയും ഡിസ്റ്റൻസ്, ഓ തൊട്ട് ബി വരെയുള്ള ഈ ഡിസ്റ്റൻസാണ് നമ്മുടെ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ ദ വെക്ടർ ബി എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് വെക്ടർ എയുടെ പ്രൊജക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒ ബി എന്ന് പറയുന്ന ആ ഒരു നീളം ഒന്ന് കണ്ടുവച്ചാൽ മതി. അതെങ്ങനെയാണ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്കറിയാം ഇവിടെ നമ്മൾ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ റൈറ്റ് ട്രയാങ്കിൾ ആണ് ഈ ഫോം ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ കോസ് തീറ്റ എടുക്കാമെങ്കിൽ ഈ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇപ്പോൾ ഓ തൊട്ട് ബി വരെയുള്ള ഈ ലെങ്ത് സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ഈ നീളം ഇതെന്ന് പറയുമ്പോൾ വെക്ടർ ആണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡാണ് എടുത്തിരിക്കുന്നത്, വെക്ടർ അല്ല, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അളവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത്, അപ്പോൾ ഒ ബി എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കോസ് തീറ്റ ആണ് കാണാം. അപ്പോൾ ഇവിടെ ഒ ബി എ ആണ് നമ്മളിവിടെ, അതാണ് ഇവിടെ ഇരിക്കുന്നത്. ഹിയർ ഒ ബി ഈസ് കോൾഡ് ദ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി. ഓ തൊട്ട് ബി വരെയുള്ള ഈ ലെങ്തിനാണ് നമ്മൾ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി എന്ന് പറയുന്നത്. ഇനി അത് കാൽക്കുലേറ്റ് ഇങ്ങനെയാണ്. പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ എ ഓൺ വെക്ടർ ബി ഈസ് ഒ ബി. ഒ ബി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മോഡുലസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ ഞാനിവിടെ ഒരു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും കൂടെ, വെക്ടർ ബിയും കൂടെ എവിടെയോട്ട് ഞാൻ എഴുതി ചേർക്കും. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എഴുതി ചേർക്കും, വാല്യൂന് വ്യത്യാസമുണ്ട്. അപ്പോൾ ന്യൂമറേറ്റർ ഒന്ന് നോക്കി, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷനിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ എന്താണ് കണ്ടത്? അവസാനമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചതാണ് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ഓൺ വെക്ടർ ബി. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഇതാണ്: എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഈ രണ്ടാമത് വരുന്ന എവിടെയോട്ടാണോ അതിൻ്റെ പ്രൊജക്ഷൻ വരുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്താണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊജക്ഷൻ ഓഫ്, തിരിച്ചു പറഞ്ഞാലോ, പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ബി ഓൺ വെക്ടർ, അതാകുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ബി ഡോട്ട് എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. പക്ഷെ നമുക്കറിയാം എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും ഒക്കെ ഈക്വലായി നമുക്കറിയാം. ഡോട്ട് പ്രോഡക്റ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ വെക്ടർ എ. അപ്പോൾ ഓൺ എ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഓൺ ബി ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ് നമ്മളെ ഓർത്തിരിക്കുക. അപ്പോൾ പ്രൊജക്ഷൻ കാണാൻ മിക്കവാറും ചോദിക്കാറുണ്ട്. പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ആണ് അനദർ വെക്ടർ. അപ്പോൾ ഒന്നാമത്തെ വെക്ടർ എ ആയിട്ട് രണ്ടാമത്തെ വെക്ടർ ഏതിലേക്കാണ് നമുക്ക് പ്രൊജക്ഷൻ കണ്ടുപിടിക്കുന്നത്? ബി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി കാണാനുള്ള ഫോർമുല എന്താണ്? ദ ഡോട്ട് പ്രോഡക്റ്റ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Find the projection of the vector. Projection of the vector. Vector A is equal to 2i plus 3j plus 2k on the vector. Vector B is equal to I plus 2j plus k. ഈ വെക്ടറിൻ്റെ പ്രൊജക്ഷൻ ഓൺ ബി ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫോർമുല അനുസരിച്ച് നമുക്കിപ്പോൾ ഇവിടെ ആദ്യം വെക്ടർ എന്താണെന്ന് നോക്കാം. 2i plus 3j plus 2k
വെക്ടർ ബി ഈസ് ഈക്വൽ ടു I പ്ലസ് 2j പ്ലസ് കെ ആർ. നമ്മുടെ ഫോർമുല അനുസരിച്ച് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി കണ്ടുപിടിക്കാൻ ഇതാണ് എ ഓൺ ബി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. അതിനുശേഷം ബിയുടെ മാഗ്നിറ്റ്യൂഡിലൂടെ കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യമേ എ ഡോട്ട് ബി ഒന്ന് കാണാം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് 2 × 1 പ്ലസ് 3 × 2 പ്ലസ് 2 × 1. That is 2 plus 6 plus 2. That is 10 ആണ്. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും കൂടെ ഒന്ന് കാണാം. ബി എന്ന് പറയുന്ന വെക്ടർ ഇതാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് കോഎഫിഷ്യന്റ് സ്ക്വയർ എടുക്കുക, സം കാണുക. 2² + 1². അപ്പോൾ ഇത് √6 എന്ന് വരും. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി സിക്കൽ നമ്മുടെ ഫോർമുല അനുസരിച്ച് ഡോട്ട് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി, ദാറ്റ് ഈസ് 10 ഡിവൈഡ് ബൈ √6. ഇതായിരിക്കും ഇതിൻ്റെ പ്രൊജക്ഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, ഒരു നമ്പർ ആയതുകൊണ്ട് നമുക്കറിയാം ഇത് സ്കെയിലർ പ്രൊജക്ഷനാണ്. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ആ ലെങ്ത് ആണ്. ലെങ്ത് ഒരു സ്കെയിലറിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സാധാരണ പരീക്ഷയ്ക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 വെക്ടർ വന്നിട്ട് പ്രൊജക്ഷൻ ഓഫ് 1 വെക്ടർ ഓൺ അനദർ കാണാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഒന്നാമത്തെ വെക്ടർ എ ആയിട്ടും രണ്ടാമത്തെ വെക്ടർ ബി ആയിട്ട് എടുത്താൽ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി കാണുന്ന ഫോർമുല ഇതാണ്. Their dot product divided by magnitude of the second one, that is magnitude of vector B ആണ്. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻസ് ഓൺ വെക്ടേഴ്സ് ആണ് പഠിക്കുന്നത്. നമ്മൾ ആദ്യമേ അഡീഷൻ ഓഫ് വെക്ടർ പഠിച്ചു, സബ്ട്രാക്ഷൻ പഠിച്ചു, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, പിന്നെ നമ്മൾ പ്രോഡക്റ്റിനകത്ത് നമ്മൾ ആദ്യമേ ഡോട്ട് പ്രോഡക്റ്റ് സ്കെയിലർ പ്രോഡക്റ്റ് ആണ് പഠിച്ചത്. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് വെക്ടർ പ്രോഡക്റ്റ് ആണ്. ഇതിനെ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് എന്നും പറയാറുണ്ട്. ഓഫ് 2 വെക്ടേഴ്സ് ആണ്. ഇപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞു അതെപ്പോഴും ഒരു സ്കെയിലർ ആയിരിക്കും. അവിടെ ഡോട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മളതിനെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന്, സ്കെയിലർ ആയതുകൊണ്ട് അതിനെ സ്കെയിലർ പ്രോഡക്റ്റ് എന്ന് പറയും. ഇവിടെ നമ്മൾ വെക്ടർ പ്രോഡക്റ്റ് 2 വെക്ടേഴ്സ് ആയിരുന്നിട്ട് അതിൻ്റെ വെക്ടർ പ്രോഡക്റ്റ്, അതിനെ ക്രോസ് പ്രോഡക്റ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമുക്ക് 2 വെക്ടേഴ്സ് ഇത് എയും ബിയും, ഇത് വെക്ടർ ബിയും ആണെന്ന് കരുതുക. എന്നിട്ട് നമ്മൾ ഇതിന് ഈ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതൊരു പെർപെൻഡിക്കുലർ ലൈൻ ആണെന്ന് വിചാരിക്കും. ഈ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനാണ് ഇതെന്ന് കരുതുക. ഇവിടെ നമ്മൾ n ക്യാപ്പ് എന്നും താഴോട്ടുള്ള ഡയറക്ഷനെ -n ക്യാപ്പ് എന്നും നമ്മൾ എഴുതും. അപ്പോൾ ഇവിടെ ഈ ആംഗിൾ തീറ്റ ആണെന്ന് കരുതുക. ഈ 2 വെക്ടർ എയും ബിയും ഇവ തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഫോർ എനി 2 നോൺ സീറോ വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി, വെക്ടർ പ്രോഡക്റ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ ക്രോസ് ബി. എയും ബി നോൺ സീറോ ആണെങ്കിൽ അവയുടെ വെക്ടർ പ്രോഡക്റ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ക്രോസ് ബി എന്നാണ് നമ്മളിത് വായിക്കുന്നത്. എ ഇൻറ്റു ബി എന്ന് എഴുതുമെങ്കിൽ എ ക്രോസ് ബി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് തന്നെ ഇത് പറയുന്നതും അത് തന്നെയാണ്. അതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സൈൻ തീറ്റ n ക്യാപ്പാണ്. നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ആയിരുന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ഇതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിരുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ ആണെന്ന് പറഞ്ഞു. ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് വരുമ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ ഇവിടെ കോസ് തീറ്റയ്ക്ക് വരും സൈൻ തീറ്റ, അതിൻ്റെ കൂടെ തന്നെ ഒരു n ക്യാപ്പ്. n ക്യാപ്പ് എന്ന് കാണുമ്പോൾ നമുക്കറിയാം യൂണിറ്റ് വെക്ടർ. ഇപ്പോൾ ഇവിടെ n ക്യാപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഈ എയും ബിയും കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു പ്ലെയിൻ ആയിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ. അത് മേളിലോട്ടും ആകാം താഴോട്ടും ആകാം. മേളിലോട്ടാകുമ്പോൾ നമ്മൾ പോസിറ്റീവ് എന്നും താഴോട്ടാകുമ്പോൾ ഇതിനെ നെഗറ്റീവ് എന്നും അതിൻ്റെ ഡയറക്ഷൻ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്ന് പറയുന്ന ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, നമ്പറാണ്.
ഈ മാഗ്നിറ്റ്യൂഡ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. സൈൻ ഓഫ് തീറ്റ അതും ഒരു സംഖ്യ തന്നെയാണ്, -1നും 1നും ഇടയിലുള്ള സംഖ്യ തന്നെയാണ്. അപ്പോൾ അതിനെ നമുക്ക് സ്കെയിലർ എന്ന് പറയാം. പക്ഷേ ഇത് മാത്രം എന്താണ്, ഒരു വെക്ടറാണ്. ഡയറക്ഷൻ ഉള്ളത് കൊണ്ട് വെക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് മൊത്തത്തോടെ നമുക്ക് പറയാം ഇതൊരു വെക്ടറാണെന്ന് പറയാൻ സാധിക്കും. നേരെ മറിച്ച് ഇത് നമ്മൾ പറഞ്ഞു തന്നത് എന്താണ്, ഒരു സ്കെയിലറാണ്, ഇതൊരു നമ്പർ ആയിരിക്കും. പക്ഷേ ഈ ക്രോസ് പ്രോഡക്റ്റ് എപ്പോഴും എന്താണ്, ഒരു വെക്ടർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് നമ്മളൊരു വെക്ടർ പ്രോഡക്റ്റ് എന്ന് തന്നെ പേര് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ക്രോസ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മളിതിനെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്നിൻ്റെ പ്രത്യേകത എന്താണ്, എയും ബിയും എന്നും കൂടെ ചേരുന്നത് ഒരു 3 ഡയമെൻഷണൽ പ്ലെയിനായിട്ട് നമുക്ക് എടുക്കാം. ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഇതിന്. അപ്പോൾ എയും ബിയും എന്നും എന്താണ്, ഒരു റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം ഫോം ചെയ്യുന്നു. റൈറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു സിസ്റ്റമാണ് ഈ 3 എണ്ണം. ഈ എയും ബിയും, വെക്ടർ എയും വെക്ടർ ബിയും എൻ ഗ്യാപ്പും കൂടെ ഒരു റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു എ ക്രോസ് ബി എന്ന് പറയുന്ന, അല്ലെങ്കിൽ വെക്ടർ ക്രോസ് വെക്ടർ ബിയുടെ ഡെഫിനിഷൻ എന്താണ്. അപ്പോൾ എന്താണ് ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു സെക്കൻഡ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള ആംഗിളാണ്, ഇൻറ്റു എൻ ഗ്യാപ്പാണ്. അപ്പോൾ എൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയറക്ഷനാണ്. ഇനി ഈ ഡയറക്ഷൻ ചില അവസരങ്ങളിൽ ഇത് പോസിറ്റീവ്, ചില അവസരങ്ങളിൽ നെഗറ്റീവുമായിരിക്കും. അതെങ്ങനെയാണ്, പോസിറ്റീവാണോ നെഗറ്റീവാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ തീറ്റ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ എ ക്രോസ് ബി നമ്മൾ കാണുകയാണ്. അപ്പം തീറ്റ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഈ അവസരത്തിൽ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് മേളിലോട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. കാരണം എന്താണ്, ഇവിടുന്ന് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ മേളിലോട്ട് വരും. തിരിച്ച് ഇങ്ങനെയാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ ബി ക്രോസ് എ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ തീറ്റ ബിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച ആണ് തീറ്റ വരുന്നതെങ്കിൽ ആംഗിൾ നമ്മൾ താഴോട്ടെടുക്കും. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്, താഴോട്ടുള്ള ഒരു ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ എൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് മേളിലോട്ടായിരിക്കും. ചുരുക്കത്തിൽ എ ക്രോസ് ബിയുടെയും ബി ക്രോസ് എയുടെയും ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ, അതിൻ്റെ എൻ ഗ്യാപ്പിൻ്റെ ഡയറക്ഷൻ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആണ്, അത് മുകളിലോട്ടാണ്, അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ ബി ക്രോസ് എന്ന് പറയുമ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ ഇത് നമ്മളൊരു തമ്പ് റൂളൊക്കെ ഇതിൻ്റെ ഉപയോഗിക്കാറുണ്ട്. അപ്പം തമ്പ് റൂൾ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്നു, ഈ 3 വെല്ല് നമ്മളിങ്ങനെ എടുക്കുകയാണ്. ഇത് പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റൈറ്റ് ഹാൻഡ് സിസ്റ്റമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി ആണെങ്കിൽ എ ക്രോസ് ബി നമ്മൾ പറയുമ്പോൾ ഈ യൂണിറ്റ് വെക്ടർ ഇതിന് നേരെ മേളിലോട്ടായിരിക്കും അപ്വേർഡ് ഡയറക്ഷൻ. നേരെ മറിച്ച് തിരിച്ചാണ് നമ്മൾ എടുക്കുന്നത് വിചാരിച്ചത്, തിരിച്ചെടുക്കുകയാണ്. ഇത് എ ആണ്, ഇത് ബി ആണെങ്കിൽ ഈ ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ ഒരു ലൈൻ എന്ന് പറയുന്നത് നേരെ താഴോട്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ ആശയം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ എൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. എപ്പോഴാണ് ഇത് അപ്വേർഡ് ആകുന്നത്, എപ്പോഴാണ് ഇത് ഡൗൺവേർഡ് ആകുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഇത്രയെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക, എ ക്രോസ് ബിയുടെയും ബി ക്രോസ് എയുടെയും ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒന്നിൻ്റെ പോസിറ്റീവായിട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ എടുക്കുന്നത്, അടുത്തതിൻ്റെ എൻ ഗ്യാപ്പിൻ്റെ, ഇവിടെ എൻ ഗ്യാപ്പിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ ഈ പറയുന്നത്, ഒരെണ്ണം നേരെ തിരിച്ചായിരിക്കും. അപ്പോൾ തിരിച്ചായിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഡയറക്ഷൻ വ്യത്യാസമുണ്ടെങ്കിൽ എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇതൊരു വെക്ടറാണ്. വെക്ടറാകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആകുമെങ്കിലും ചിലപ്പോൾ ഡയറക്ഷൻ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ഷൻ വ്യത്യാസമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഡയറക്ഷനും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയിൽ. അപ്പോൾ ഇത് ഒരിക്കലും ഈക്വൽ അല്ല എന്ന് കാണാൻ സാധിക്കും. നേരെ മറിച്ച് നമുക്ക് ഇങ്ങനെയും പറയാം, എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് തിരിച്ച് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ ഒരു ഒബ്സർവേഷൻ, ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല, ഇത് ആൻറ്റി കമ്മ്യൂട്ടേറ്റീവ് ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. കാരണം എന്താണ്, എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ ബട്ട് ഈക്വൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ തമ്പ് റൂൾ നമ്മൾ പറഞ്ഞു. ഇതുപോലെ തന്നെയാണെങ്കിൽ നമുക്ക് ഈ ഫിസിക്സിനകത്തൊക്കെ നിങ്ങൾ പഠിക്കുന്ന ഒരു സ്ക്രൂവിൻ്റെയൊക്കെ നമ്മളിങ്ങനെ പഠിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ക്രൂ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ പിരിയുള്ള സ്ക്രൂ ആണ്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് ഇസഡ് ആക്സിസ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ടോ തിരിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ആണിയൊക്കെ ആണിയുടെ സ്ക്രൂ ആണ്.
ആ സ്ക്രൂകളൊക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ നമുക്കറിയാം ഈ സ്ക്രൂ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇത് മേളിലോട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ, നേരെ പെർപെൻഡിക്കുലർ ആയിട്ടാണ്. നേരെ മറിച്ച് തിരിച്ച് ഇങ്ങോട്ട് കറക്കുമ്പോൾ എന്താണ്, ഈ സ്ക്രൂ അഴിഞ്ഞ് വരും, അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ താഴോട്ട് വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫിസിക്സിനകത്തൊക്കെ പഠിക്കുന്നതാണ്, സ്ക്രൂ റൂളും അതുപോലെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും ഒക്കെ. അപ്പോൾ അതെല്ലാം നമ്മൾ ഇതിൻ്റെ ഈ യൂണിറ്റ് വെക്ടറിൻ്റെ അല്ലെങ്കിൽ എൻ ഗ്യാപ്പിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫസ്റ്റ് വെക്ടർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് സെക്കൻഡ് വെക്ടർ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ഒന്ന് എടുത്ത് നോക്കിയാൽ ഇതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തേനും വ്യത്യാസമൊന്നുമില്ല, രണ്ടാമത്തേനും വ്യത്യാസമില്ല. സൈൻ തീറ്റയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നു. എൻ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്, എൻ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പം എ ക്രോസ് ബി ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, ഇൻറ്റു എൻ ഗ്യാപ്പ് എന്ന് പറയുമെങ്കിലും അതിൻ്റെ മോഡുലസ് എടുത്തു കഴിയുമ്പോൾ എന്താണ്, എൻ ഗ്യാപ്പ് അവിടെ ഇല്ല. കാരണം എൻ ഗ്യാപ്പിൻ എന്ന് പറയുമ്പോൾ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ എന്നാണ്. അപ്പോൾ യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും എന്താണ്, 1 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ മാറ്റാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഒന്നാമത് ഡയറക്ഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, പിന്നെ കമ്മ്യൂട്ടേറ്റീവ് അല്ല, ആൻറ്റി കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിയുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയെ കാണത്തുള്ളൂ, ഇവിടെ എൻ ഗ്യാപ്പ് കാണത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ക്രോസ് പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ വെക്ടർ പ്രോഡക്റ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒന്ന് പരിചയപ്പെടാം. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വെക്ടർ പ്രോഡക്റ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്, ആൻറ്റി കമ്മ്യൂട്ടേറ്റീവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെ അനുബന്ധിച്ച് എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഒബ്സർവേഷനാണ്. ഇപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ അതൊരു വെക്ടർ തന്നെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് എയ്ക്കും ബിക്കും, വെക്ടർ എയ്ക്കും വെക്ടർ ബിക്കും അതിൻ്റെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും, ഒന്നീ മേളിലോട്ടല്ല താഴോട്ടായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പം പെർപെൻഡിക്കുലർ. ഇപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നത് ഒരു വെക്ടർ തന്നെയാണ്. അത് വെക്ടർ എയും വെക്ടർ ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു വെക്ടർ ആയിരിക്കും. അപ്പം നമുക്ക് രണ്ട് വെക്ടർ തന്നിട്ട്, എയും ബിയും രണ്ട് വെക്ടർ തന്നിട്ട് എൻ്റെ കമ്പോണൻറ്റ് ഫോം ഇത് തന്നിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, എ ക്രോസ് ബി കണ്ടുപിടിച്ചാൽ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോപ്പർട്ടിയാണ്. എ ക്രോസ് ബി ഈസ് എ vector. It is a vector, most important point, and it is perpendicular to both vector A and vector B. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇതാണ്, നമ്മളൊരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട്. വെക്ടർ ബൈ മാഗ്നിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂണിറ്റ് വെക്ടർ. എന്നാൽ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ വെക്ടർ കാണണം. കാരണം യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ, രണ്ട് വെക്ടർ വന്നിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് പറയുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, യൂണിറ്റ് വെക്ടർ ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യുക. എ ക്രോസ് ബി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, യൂണിറ്റ് വെക്ടർ കിട്ടും. അപ്പം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എയ്ക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ക്രോസ് പ്രോഡക്റ്റ് എടുക്കണമെന്നുള്ളത് നിർബന്ധമാണ്. കാരണം എന്നാലല്ലേ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പം പെർപെൻഡിക്കുലർ ടു യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്ടർ എ ആൻഡ് വെക്ടർ ബി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, എ ക്രോസ് ബി എടുത്തിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, വെക്ടർ എ വെക്ടർ ബി ആർ നോൺ സീറോ വെക്ടേഴ്സ്. ദെൻ ഈ രണ്ട് ക്രോസ് പ്രോഡക്റ്റ് സീറോ ആവുന്ന അവസരം എപ്പോഴാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ സീറോ ആവുന്ന അവസരം എങ്ങനെയാണ് നമുക്കറിയാം, സീറോ ഈ ആംഗിൾ ഇവ തമ്മിലുള്ള ആംഗിൾ, ഇപ്പോൾ ഈ എയും ബിയും തമ്മിലുള്ള വെക്ടർ എയും വെക്ടർ ബിയും തമ്മിലുള്ള ആംഗിൾ സീറോ ആണെന്ന് വിചാരിച്ചു, ഇങ്ങോട്ട് വന്ന് സീറോ ആയി വരിക. ഈ ആംഗിൾ സീറോ ആകുമ്പോഴത്തേക്കും എന്തായിട്ട് വരും, ഇതിൻ്റെ ഡെഫിനേഷൻ സൈൻ സീറോ ആവും. നമുക്കറിയാം ഇവിടെ സൈൻ തീറ്റ ഇൻറ്റു എൻ ഗ്യാപ്പാണ്. അപ്പോൾ ഈ ആംഗിൾ സീറോ വരുമ്പോഴത്തേക്കിന് ഇത് സൈൻ സീറോ സീറോ അപ്പോൾ ഇത് മൊത്തത്തോടെ സീറോ ആയിപ്പോകും. അപ്പോൾ എന്താണ്, രണ്ട് വെക്ടേഴ്സ് എയും ബിയും ഒന്നീ കൊളീനിയർ ഒന്നിന് മേളിലൊന്നായിട്ട് ഇവ തമ്മിൽ ആംഗിൾ ഇല്ല, അല്ലെങ്കിൽ പാലിലാകുമ്പോഴും ആംഗിൾ സീറോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ക്രോസ് പ്രോഡക്റ്റ് എന്തായിട്ട് മാറും, സീറോ ആയിട്ട് മാറും. അപ്പം ക്രോസ് പ്രോഡക്റ്റ് സീറോ ആണെങ്കിൽ, രണ്ട് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് സീറോ ആണെങ്കിൽ നമുക്ക് ഉടനെ എന്നാ പറയാം, പാലിലെന്ന് പറയാം. അപ്പോൾ രണ്ട് പാരലൽ വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ എപ്പോഴും എന്തായിരിക്കും, സീറോ വെക്ടർ ആയിരിക്കും കിട്ടുന്നത്, അല്ല സീറോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് എ എടുത്താലും എന്താണ് സീറോ, കാരണം എയ്ക്കും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പോൾ അവിടെ എ ക്രോസ് എ സീറോ എന്ന് കിട്ടും. അപ്പം ബി ക്രോസ് ബി കണ്ടുപിടിച്ചാലും എന്ത് വരും, സീറോ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആംഗിൾ സീറോ ആകുമ്പോഴത്തെ കാര്യം പറഞ്ഞു. ഇനി ആംഗിൾ 90 ആകുമ്പോഴത്തേക്കും ഈ ഡെഫിനേഷൻ എങ്ങനെ വരുമെന്ന് നോക്കി, ഇവിടെ സൈൻ 90 വരും, സൈൻ തീറ്റയ്ക്ക് പകരം സൈൻ 90. സൈൻ 90 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ക്വാണ്ടിറ്റി ഇത് 1 എന്നാവും, ബാക്കിയെല്ലാം ഉണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഒരു അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക, അല്ലെങ്കിൽ മോഡ് എടുക്കുകയാണ്, മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണ്. ഇപ്പോൾ രണ്ട് സൈഡ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇത് 1 ആയി. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടറാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ട് മാറും. അങ്ങനെ അവസരങ്ങളിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിയുമ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന
ഒരു ഇത് കിട്ടും. നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു നമ്പറാണ് കിട്ടുന്നത്, അതായിരിക്കും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത്. മാഗ്നിറ്റ്യൂഡ് ഇല്ലാതെ വരുന്ന ഫസ്റ്റ് എടുത്ത് എന്തായിട്ട് വെക്ടറായിട്ട് മാറും. മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അതൊരു സ്കെയിലറായിട്ട് മാറുകയും ചെയ്യും. ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി ഇതാണ്. നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഇപ്പോൾ നമ്മളങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോഴത്തേക്കിന് ഇവിടെ സൈൻ തീറ്റ, ഈ എൻ ഗ്യാപ്പിൻ്റെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഒരു ശരിക്കുള്ള ഡെഫിനേഷൻ ഇതാണ്. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനേഷൻ തന്നെ ഇതാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ ഗ്യാപ്പാണ്. മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിയുമ്പോൾ ഇത് മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. എൻ ഗ്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയാൻ 1 ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഫോർമുല കിട്ടും, അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അവിടുന്ന് സൈൻ തീറ്റ ഒന്ന് കാണണമെന്ന് എന്ത് ചെയ്യണം? മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കണ്ടാൽ മതി. അപ്പം രണ്ട് വെക്ടർ തമ്മിലുള്ള ആംഗിൾ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ക്രോസ് പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാം. എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, ഡിവൈഡ് ബൈ, നമുക്കറിയാം ഈ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഒരു സ്കെയിലർ തന്നെയാണ്. അപ്പോൾ ഇതൊരു സ്കെയിലറാണ്, ഇതെല്ലാം സ്കെയിലറായിട്ട് വരുന്നത് കൊണ്ട് ഈ സൈൻ തീറ്റ എന്ന് പറയുന്നത് സ്കെയിലറായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അത് -1നും 1നും ഇടയിലുള്ള ഒരു നമ്പർ തന്നെയായിരിക്കും. ആ നമ്പർ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഇതാണ്. നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ച് കോസ് തീറ്റ കണ്ടുപിടിക്കാൻ ഫോർമുല പഠിച്ചായിരുന്നു. ഇനി ക്രോസ് പ്രോഡക്റ്റ് ഉപയോഗിച്ച് സൈൻ തീറ്റ കണ്ടുപിടിക്കാനുള്ളൊരു ഫോർമുലയാണ്. ഇവിടുന്ന് തീറ്റ കണ്ടുപിടിക്കുന്ന സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് ആംഗിൾ എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് വെക്ടർ തമ്മിലുള്ള ആംഗിളിൻ്റെ സൈൻ തീറ്റ കാണണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? ആംഗിൾ എടുക്കുക. എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ്.